മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം. ബിഗ് ബോസ് എല്ലാവരുടെ ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. ഇന്നത്തെ ടാസ്ക് ഫാമിലി ടാസ്ക് ആണ്. അക്ബറിനെ ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നൊരു ടാസ്ക് ഉണ്ട്. രണ്ടുപേരെ വീട്ടുകാരാണെന്ന് വരുന്നത്. ഷാനവാസിൻ്റെയും അതുപോലെ അനീഷിൻ്റെ വീട്ടിലുള്ളവരാണ് ഇന്ന് വരുന്നുണ്ട്. അവർക്കൊരു ടാസ്ക് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് അവർക്ക് അവരുടെ വീട്ടുകാരെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ടാസ്കിൻ്റെ പേര് ഒളിപ്പേര്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ആക്ടിവിറ്റി റൂമിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അതിനുശേഷം അവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് അവരുടെ ഫാമിലി ഫോട്ടോസാണ്. അത് കറക്റ്റായിട്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം അവർക്ക് ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ കീ ഓപ്പൺ ചെയ്തിട്ട് തുറന്ന് നോക്കുമ്പോൾ അതിൽ വേറെ ടാസ്ക് കൂടി ഉണ്ടായിരിക്കും. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ 4-5 ഡൈസ് ഉണ്ട്. ആ ഡൈസ് അവർ ഒരു സ്കെയിലിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു ബൗളിൽ കൊണ്ടുവരണം. ഇതാണ് ടാസ്ക് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഷാനവാസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറേ ടൈം എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ ടെൻഷൻ ഉണ്ടായത് അനീഷിനായിരുന്നു. അതിന് മുന്നേ അവർ അവരുടെ ഫാമിലീനെ കാണിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ടി വിയിൽ ആക്ടിവിറ്റി ഏരിയയിൽ ടി വിയിൽ മാത്രമാണ് അവർക്ക് കാണിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അവർക്ക് ആകെ ടെൻഷനും വിഷമമൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ടാസ്ക് തുടങ്ങിയ ശേഷം ആദ്യം കംപ്ലീറ്റ് ചെയ്തത് ഷാനവാസ് ആയിരുന്നു. ഫാമിലി ഫോട്ടോസ് അവിടെ വെച്ചിട്ട് കറക്റ്റാക്കി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷിനത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ആളുടെ മാരേജ് ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അതിൽ കുറേ മെമ്മറീസും കുറേ വിഷമങ്ങളും വരുന്ന ആൾക്കത് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നീടാണ് വന്നിട്ട് ഇങ്ങനൊരു സംഭവമാണ്, എനിക്കത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലി റൗണ്ടിൽ അമ്മ വരുമെന്ന് വിചാരിച്ചില്ല. അപ്പം അമ്മേനെ കണ്ടപ്പോൾ ആ ഒരു ടെൻഷൻ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഗെയിം എടുക്കാനായിട്ട്. അത് ഡൈസ് എടുത്തിട്ട് ഷാനവാസാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടുകാരെ കണ്ടിട്ടുണ്ടായത്. അതിനുശേഷം അനീഷിന് കുറേ സമയമെടുത്തു. എന്നിട്ടും ആക്ടിവിറ്റി ഏരിയയിൽ അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. അനീഷ് എണീറ്റ് അവിടെ പോകുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ പറഞ്ഞു അമ്മോടും അനിയനോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് അനീഷിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പോയിട്ടാണ് പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും ഫാമിലി ടാസ്ക് ഇവർ രണ്ടുപേരുടെയും നല്ല അടിപൊളിയായിരുന്നുണ്ട്. പിന്നെ അനീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കളിച്ചാൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിക്കുക. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ കളിക്കാനാണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതായിരിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ടാസ്ക് അടിപൊളിയായിരുന്നു. ഫാമിലി ടാസ്ക് പണിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.